ഹായ് ഫ്രണ്ട്സ്, അധിനിവേശ ശക്തിയായ പോർച്ചുഗീസുകാർക്കെതിരെ മരണം വരെ സന്ധിയില്ല സമരം ചെയ്ത് ധീരരക്തസാക്ഷിത്വം വരിച്ച 17 യുവാക്കളുടെ ചരിത്രമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. പോർച്ചുഗൽ രാജാവിൻ്റെ കൽപ്പനപ്രകാരം AD 1498 ഹിജറ വർഷം 904 പോർച്ചുഗീസ് നാവികസേനാ പ്രമുഖൻ വാസ്കോഡഗാമയും സംഘവും കോഴിക്കോടിനു സമീപത്തെ കാപ്പാട് കപ്പലിറങ്ങിയത്. വാണിജ്യ കുത്തക കൈക്കലാക്കുകയും കേരളമടക്കമുള്ള ഇന്ത്യൻ പ്രദേശങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളെ ആക്രമിച്ച് ആട്ടിപ്പായിക്കുകയുമായിരുന്നു അവരുടെ ലക്ഷ്യം. കോഴിക്കോട്ടും മറ്റും അറബി വ്യാപാരികളെ തുരത്തി വാണിജ്യ മേഖല ക്രമേണ പറങ്കികൾ കൈയടക്കി. മുസ്ലിങ്ങളെ വ്യാപകമായി കരയിൽ വെച്ചും കടലിൽ വെച്ചും കൊന്നൊടുക്കുകയും മസ്ജിദുകൾ തകർക്കുകയും ചെയ്തു. കോഴിക്കോട്ട് മാത്രം 4000 മുസ്ലിങ്ങളെ കൊലപ്പെടുത്തിയിരുന്നു. വിശ്വപ്രസിദ്ധമായ ഏഴിമലയുടെ വടക്കേ താഴ്വരയിൽ 16-ാം നൂറ്റാണ്ടിൽ താവളമടിച്ച പോർച്ചുഗീസുകാർ അവിടെ താമസിച്ചിരുന്ന മുസ്ലിം കുടുംബങ്ങൾക്കെതിരെയും അവരുടെ ആരാധനാലയമായ മസ്ജിദിനെതിരെയും ആക്രമണം അഴിച്ചുവിടുകയുണ്ടായി. ഇതിനെതിരെ ചെറുത്തുനിന്ന് വീരമൃത്യു വരിച്ച യോദ്ധാക്കളുടെ ദീപസ്മരണയിലാണ് രാമന്തളി 17 ശുഹദാക്കൾ ചരിത്രത്തിൽ മഹത്തായ സ്ഥാനം പിടിച്ചത്. സംഘടിതരായി ചെറുത്തുനിൽപ്പ് ആരംഭിച്ച മുസ്ലിം യുവാക്കൾ പറങ്കികളെന്ന് വിളിച്ചുവരുന്ന പോർച്ചുഗീസുകാരെ എതിരിട്ടുവെങ്കിലും സേനാബലവും ആയുധശക്തിയും കൂടുതലുണ്ടായിരുന്ന ശത്രുക്കൾക്ക് മുന്നിൽ 17 പേർ മാത്രമുണ്ടായിരുന്ന മുസ്ലിം സംഘത്തിന് രക്തസാക്ഷിത്വം വരിച്ച് ചരിത്രത്തിൻ്റെ ഭാഗമായി തീരേണ്ടി വന്നു. ക്രൂരന്മാരായ പോർച്ചുഗീസുകാർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവമുണ്ടായി. ഈ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ പോർച്ചുഗീസുകാരുമായി ഏറ്റുമുട്ടാൻ പോയ യുവാക്കളായിരുന്നു ഈ 17 പേർ. എന്നാൽ തോക്കുകളും പീരങ്കികളും കൈവശമുണ്ടായിരുന്ന പോർച്ചുഗീസുകാരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 17 പേരും കൊല്ലപ്പെട്ടു. പെൺകുട്ടി രക്ഷപ്പെട്ടു എന്നും കൊല്ലപ്പെട്ടു എന്നും അഭിപ്രായമുണ്ട്. അരിശം പൂണ്ട പറങ്കികൾ 17 പേരെയും വെട്ടിനുറുക്കി കിണറ്റിലെറിഞ്ഞു. ഇന്നീ കാണുന്ന മക്ബറയിലാണ് അവർ 17 പേരും അന്ത്യവിശ്രമം കൊള്ളുന്നത്. രക്തസാക്ഷികൾ മരിക്കുന്നില്ല. ചരിത്രത്താളുകളിൽ അവർ എന്നെന്നും ജീവിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക.